السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ അസീസ് അൽ ജിബ്രീൻ റഹിമഹുള്ളയുടെ തസ്ഹീദുൽ ഫിഖ്ഹിൽ ഇസ്ലാമി അൽ ജാമിഇ ലിമസായിൽ ഫിഖ്ഹിൽ ഖദീമ വൽ മുആസിറ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള ഫിഖ്ഹ് പഠന പരമ്പരയിലാണ് നാം ഉള്ളത്. അതിൽ കിതാബു സ്വലാം, നിസ്കാരം എന്ന അധ്യായമാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹുക്മുസ്സല, നിസ്കാരത്തിൻ്റെ ഹുക്മ്, നിസ്കാരത്തിൻ്റെ വിധി എന്നതാണ് നമ്മൾ പഠിച്ച ഭാഗം. ആർക്കെല്ലാം നിസ്കാരം നിർബന്ധമാകും, ആർക്കെല്ലാം നിർബന്ധമാവുകയില്ല, ഒഴിവാക്കിയാലുള്ള വിധി എന്താണ്, അത് മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ, ബോധപൂർവം ഒഴിവാക്കിയാൽ, നിഷേധിച്ചുകൊണ്ട് ഒഴിവാക്കിയാൽ എല്ലാം ഉള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒഴിവായ നിസ്കരിച്ച് വീട്ടൽ ആർക്കാണ് ബാധ്യതയാവുക, നിസ്കരിച്ച് വീട്ടിയാലും പ്രത്യേകിച്ച് കാര്യമില്ലാത്തവർ ആരാണ് എന്നിവയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് എടുക്കാനുള്ള പുതിയൊരു അധ്യായമാണ് കിതാബു സ്വലായുടെ ഭാഗം തന്നെ. ബാബുൽ അദാനി വൽ ഇഖാമ, ബാങ്കും ഇഖാമത്തും അല്ലേ? ക്ലാസ്സിൽ എടുത്തല്ലോ. എടുത്തി നമ്മൾ ആദ്യ ഭാഗത്തിൻ്റെ ഓർമ്മ ആയിക്കോട്ടെ, ഒന്നുകൂടെ പറയാം. ഹുക്മുസ്സല എന്നതിൽ അവസാനത്തെ മസ്അല 1268 മസ്അല ബാക്കിയുണ്ട് എന്നാണ് പറയണത്. അതായത് മൻ നസിയ ഫവായിത ഔ നാമ അൻഹ ഔ ശഗല അൻഹ ബിഖിതാലിൻ ഔ ഗൈരിഹി ശുരിഅ ലഹു അൻ യഖ്ദിയഹ മുറത്തബതൻ വഹാദ മുജ്മഉൻ അലൈഹി. മൻ നസിയ ഫവായിത, നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഒരാൾ മറന്നു. ഔ നാമ അൻഹ, അല്ലെങ്കിൽ അയാൾ ഉറങ്ങിപ്പോയി. ഔ ശഗല അൻഹ, അല്ലെങ്കിൽ അതിനെ തൊട്ട് അയാൾ വ്യാപൃതനായി. ബിഖിതാലിൻ ഔ ഗൈരിഹി, യുദ്ധമോ സമാനമായ കാരണങ്ങളാലോ. മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരു നിലക്കും നിസ്കരിക്കാൻ പറ്റാത്ത ഘട്ടങ്ങൾ ഉണ്ടായാൽ അവിടെ സമയത്തിനപ്പുറത്തേക്ക് പിന്തിപ്പിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന ചർച്ച കഴിഞ്ഞ ക്ലാസ്സിൽ വന്നു. അപ്പോൾ ശക്തമായ യുദ്ധം അല്ലെങ്കിൽ സമാനമായ ചില സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ശത്രുവിൻ്റെ നീക്കങ്ങൾ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, അതുപോലെ ഒരു തീപിടുത്തമുണ്ടായി അത് കെടുത്തി കളയാൻ വേണ്ടി വ്യാപൃതരാകുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ ഒരാൾക്ക് നിസ്കാരം ഒരു നിലക്കും കൽബ് കൊണ്ടുപോലും നിസ്കരിക്കാൻ പറ്റുന്ന സന്ദർഭമല്ല. പൂർണ്ണമായും ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അത്തരം ഘട്ടത്തിലൊക്കെ ഒരാൾക്ക് സമയത്തിനപ്പുറത്തേക്ക് അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന ചർച്ച നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാൽ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റാതെ പോയി. അങ്ങനെയൊക്കെയാണെങ്കിൽ ശുരിഅ ലഹു, അവന് ശറഅക്കപ്പെടും, നിയമമാക്കപ്പെടും. ഐ യഖ്ദിയഹ, അതിനവൻ ഖളാ വിട്ടുക എന്നത് മുറത്തബത്തൻ, ആ ക്രമപ്രകാരം തന്നെ. ആദ്യത്തെ നിസ്കാരം ആദ്യം,
രണ്ടാമത്തെ നിസ്കാരം രണ്ടാമത് എന്ന ആ തർത്തീബിൽ തന്നെ ഏതെങ്കിലും പുറത്താണ് നിസ്കരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ആൾക്ക് അങ്ങനെ ധാരണ ഉണ്ട്, 100 നിസ്കരിക്കുമ്പോൾ ഇപ്പോൾ 4 നിസ്കരിക്കുക, അസറിനൊപ്പം വേറെ 4 അസർ നിസ്കരിക്കുക. അങ്ങനെയൊക്കെ നാട്ടിൽ ചില മസലകളുണ്ട്. പഴയ കാലത്ത് കുറേ നിസ്കാരം നഷ്ടപ്പെട്ടു പോയിരുന്നു, ഏതൊക്കെ എത്രയൊക്കെയൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് 100 നിസ്കരിക്കുമ്പോൾ അതിനൊപ്പം ഒരു 5-6 100 കൂടെ നിസ്കരിക്കും. അങ്ങനെ ഓരോ വക്തിനും അത് കുറേ നിസ്കരിച്ച് വെക്കുക. അങ്ങനെയല്ല, ആ ഉള്ളത് ഏതാണോ അത് ആ ക്രമത്തിൽ തന്നെ അയാൾ നിസ്കരിക്കുക. വഹാദ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാകുന്നു, പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാണ്. വഹാദ തർത്തീബ് വാജിബുൻ, ഈ തർത്തീബ് നിർബന്ധവുമാണ്. അല സ്വഹീഹി, സ്വഹീഹായ അഭിപ്രായ പ്രകാരം ഈ തർത്തീബ് നിർബന്ധവുമാണ്. ഏതെങ്കിലും പുറത്തെ കുറേ നിസ്കരിച്ച് പോകുക എന്ന അർത്ഥമില്ല. ഏതാണോ എത്ര നിസ്കാരം നഷ്ടപ്പെട്ടുവോ ആ ക്രമത്തിൽ തന്നെ അയാൾ നിസ്കരിച്ചു പോവുക. സവാഅൻ കാനത്ത് ഹാദിഹിൽ ഫവായിദു ഖലിയതൻ ഔ കസീറ, ഈ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ കുറച്ചാണെങ്കിലും ശരി കൂടുതലുണ്ടെങ്കിലും ശരി. ഇദാ ലം തകുൻ കസീറതൻ ജിദ്ദാ, ഒരുപാട് ഉണ്ടെങ്കിൽ ഒഴികെ. ധാരാളമുണ്ട്, എത്രയോ മാസങ്ങൾ നിസ്കാരം, കൊല്ലങ്ങൾ നിസ്കാരമുണ്ട്, അത് പിന്നെ നിസ്കരിച്ച് വിട്ട എന്നുള്ളത് ഇല്ല, അങ്ങനെ വകുപ്പ് ഏതായാലും ഇല്ല. എന്നാൽ അതൊന്നുമല്ല, അങ്ങനെ ഒരു ന്യായമായ കാലത്ത് നഷ്ടപ്പെട്ടു പോയി, അറിയാതെ പോയി എന്നൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 2 ദിവസം 3 ദിവസം നിസ്കാരമൊക്കെ ഉണ്ട് എങ്കിലൊക്കെ അയാൾ വേണമെങ്കിൽ വീട്ടിക്കോട്ടെ എന്ന് പറഞ്ഞവർ ഉണ്ട്. അതേസമയം പഴയ കാലത്ത് കുറേ കാലം നിസ്കരിക്കാതെ പോയിട്ടുണ്ട്, 10 കൊല്ലം 15 കൊല്ലം നിസ്കരിച്ചിട്ടില്ല, കുറേ കാലം നിസ്കരിക്കാതെ പോയി, പിന്നെ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരത്തിനെ പറ്റിയൊക്കെ ബോധം ഉണ്ടായി നിസ്കാരമൊക്കെ ആരംഭിച്ചത്. അതൊക്കെ തൗബ ചെയ്യാന്നല്ലാതെ അതൊക്കെ ഇവിടെ വെറുതെ ആലോചിച്ചതാക്കിയാണ്ട് കൊല്ലം കണക്കാക്കി ഇത്ര വക്ത് ഉണ്ടാവുന്ന ഏതാണ്ട് കണക്കൂട്ടിയിട്ട് ഒരു 650 വക്ത് 750 വക്ത് എന്നിട്ട് അങ്ങനെ നിസ്കാരമൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് വീട്ടുക എന്ന് ഇല്ലതാനും. ലിഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഫാതത്തുഹു ബഅദു സ്വലവാതി യൗമൽ ഖന്ദഖ്, ഖന്ദഖ് യുദ്ധ ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നബി ഇത് വീണ്ടെടുത്തല്ലോ, അതാണ് തെളിവ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഖന്ദഖ് യുദ്ധ ദിവസത്തിൽ നബിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല. അന്ന് യുദ്ധത്തിൽ നിസ്കാരം എന്ന ആ നിയമം അല്ലാഹു തആല ഇറക്കിയിട്ടില്ല, ആ ആയത്തന്ന് അവതരിച്ചിട്ടില്ല. യുദ്ധരംഗത്ത് നിസ്കരിക്കുന്നതിനെ പറ്റിയുള്ള ആ രീതികൾ പഠിപ്പിക്കപ്പെട്ടില്ല, അതിന് മുമ്പാണ്. അപ്പോൾ ഖന്ദഖ് യുദ്ധവേളയിൽ നബി തങ്ങൾക്ക് ളുഹറും അസ്റും മഗ്രിബും നിസ്കരിക്കാൻ കഴിയാതെ പോയി. അങ്ങനെ നബി തങ്ങൾ പിന്നീട് ഇഖാമത്ത് വിളിക്കാൻ പറഞ്ഞു, ഇഖാമത്ത് വിളിച്ചു, ളുഹർ നിസ്കരിച്ചു, വീണ്ടും ഇഖാമത്ത് വിളിച്ചു, അസ്ർ നിസ്കരിച്ചു, വീണ്ടും ഇഖാമത്ത് വിളിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, പൂർണ്ണമായ രൂപത്തിൽ തന്നെ നിസ്കരിച്ചു എന്ന് വന്ന ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതാണ് ഇതിൽ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം നിസ്കാരം, 2 നിസ്കാരം, 3 നിസ്കാരം, 4 നിസ്കാരം ഒക്കെ അയാളെ മറന്നുകൊണ്ടോ ഉറങ്ങിപ്പോയിട്ടോ ഒക്കെ ആയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരം അനിവാര്യമായ ഘട്ടത്തിലെത്തി നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി, അങ്ങനെ അത് മുക്തമായുമ്പോൾ അയാൾക്ക് നിസ്കരിക്കാൻ സാഹചര്യം ഒത്തുകിട്ടി, അപ്പോഴൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ആ തർത്തീബ് പ്രകാരം തന്നെ അയാൾ നിസ്കരിക്കേണ്ടതുണ്ട്, അത് നിർബന്ധമാണ്. വലാ യസ്ഖുതു ഹാദാ തർതീബു ഇല്ലാ ബിൽ ജഹ്ലി അബിൻ നിസ്യാനി ഔ ഖൗഫി ഫവാത്തി ജമാഅത്തിൻ ഔ ജുമുഅത്തിൻ ലിഅന്നഹുമാ ഉദ്റാനി ശർഇയ്യാനി. ഇനി ആ തർത്തീബ് തെറ്റിക്കാൻ അയാൾക്ക് വല്ല വകുപ്പുമുണ്ടോ? ഉണ്ട്. അതെവിടെയാണ്? വലാ യസ്ഖുതു ഹാദാ തർതീബ്, ഈ തർത്തീബ് നഷ്ടപ്പെടുക ഇല്ല, ഒഴിവായി കിട്ടുക ഇല്ല, ഇല്ലാ ബിൽ ജഹ്ലി, ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട്. അയാൾക്ക് അറിയില്ലായിരുന്നു ഈ നഷ്ടപ്പെട്ട നിസ്കാരം അതേ തർത്തീബിൽ തന്നെ നിസ്കരിക്കുന്നതൊക്കെ അറിയില്ല. അപ്പം അയാളിങ്ങനെ ഒരു 2 3 4 വക്ത് അയാൾക്ക് അങ്ങനെ, അയാൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, ഒരു വലിയ തീപിടുത്തമുണ്ടായി, അത് തീ കെടുത്താൻ വേണ്ടി അയാൾ ഒന്നാകെ പോയി അഹോരാത്രം പണിയെടുത്ത് ദീർഘമായ മണിക്കൂറുകൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ തീയൊക്കെ കെടുത്തി പോകുന്നത്. അതിനിടയ്ക്ക് അയാൾക്ക് നിസ്കരിക്കാൻ സാഹചര്യം മുഴുവനും പറ്റിയില്ല. പക്ഷെ അയാൾക്ക് അറിയില്ല ഇനി ആ ഓർഡറിൽ തന്നെ നിസ്കരിക്കണമെന്ന് അറിയില്ല. അയാളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഒരു ളുഹറിൻ്റെ സമയമാണ്, അപ്പോൾ ആദ്യം ളുഹർ നിസ്കരിച്ചു, പിന്നെ ഇനി മറ്റു നിസ്കരിക്കാം എന്ന് കരുതി അങ്ങനെ ആ തർത്തീബ് അയാൾ തെറ്റിച്ചു. അയാൾക്ക് അറിയില്ല എങ്കിൽ പ്രശ്നമില്ല. അറിവില്ലായ്മ എന്നുള്ളത് ശർഅ് അനുവദിച്ച ഉദ്റാണ്. ചോദിക്കാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ചോദിക്കണം, ചോദിക്കാൻ പറ്റിയ ആളുണ്ടായാലും ചോദിച്ചപ്പോൾ കിട്ടിയില്ല, അല്ലെങ്കിൽ ചോദിച്ചപ്പോഴും അങ്ങനെയാണ് മനസ്സിലായത്, പറഞ്ഞെടുത്ത ആൾക്ക് കൃത്യമായി അറിയില്ല. അങ്ങനെയൊക്കെയുള്ള അറിവില്ലായ്മ ശർഅ് അനുവദിച്ച ഒരു ഉദ്റായി, ഒരു ഒഴികഴിവായി കണക്കാക്കപ്പെടാം. അബിൻ നിസ്യാൻ അല്ലെങ്കിൽ മറവി, അതും ഒരു ഉദ്റായി ഗണിക്കപ്പെടും. അയാൾക്കത് ഓർമ്മ ഉണ്ടായില്ല, അയാൾ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അയാൾക്ക് ഓർമ്മ, ഇത് തർത്തീബ് പ്രകാരം നിസ്കരിക്കണം, ഞാൻ നിസ്കരിച്ച് അങ്ങനെയല്ലല്ലോ എന്ന് അയാൾക്കൊരു ഓർമ്മപ്രശ്നം സംഭവിച്ചു, അതും പ്രശ്നമില്ല. ഔ ഖൗഫി ഫവാത്തി ജമാഅത്തിൻ, അല്ലെങ്കിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് ഭയപ്പെടുന്നു. അയാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു, ഇവിടെ എത്തിയപ്പോൾ അവിടെ ആ വക്തിലെ ജമാഅത്ത് നടക്കുകയാണ്. അപ്പോൾ അയാൾ മറ്റേ നിസ്കരിക്കാൻ നിന്നാൽ ഈ ജമാഅത്ത് പോകും. എങ്കിൽ
ചില പണ്ഡിതന്മാരെ പറഞ്ഞ അയാൾ ഈ ജമാഅത്തിൽ പങ്കെടുത്തോട്ടെ, ഈ ജമാഅത്തിൽ പങ്കെടുത്ത് അത് നിസ്കരിക്കുക, ശേഷം കഴിഞ്ഞ നിസ്കാരങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞവരുണ്ട്. നമ്മളെ മുസന്നിഫ് ആ ഒരു അഭിപ്രായക്കാരനാണ്. അതുകൊണ്ടാണ് ഇവിടെ ജമാഅത്ത് നഷ്ടപ്പെടുക എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അതെല്ലാവരും ഏകോപിച്ചു പറഞ്ഞ കാര്യമല്ല. അതിന് ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഭാവിയിൽ വിശദമായിട്ട് ചർച്ച വരുന്നുണ്ട്. ജമാഅത്ത് നിസ്കാരം എന്ന അധ്യായം വരും. അവിടെ വിശദമായി ഇതിന് എല്ലാ അഭിപ്രായങ്ങളും വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ അവിടെ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്യും. ഔ ജുമുഅത്തിൻ, അല്ലെങ്കിൽ ജുമുഅ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ, വെള്ളിയാഴ്ചയാണ്, അപ്പോൾ അയാൾ ജുമുഅക്ക് സമയത്താണ് ഫ്രീ ആയി പള്ളിക്ക് എത്തുമ്പോൾ ജുമുഅൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വക്തൊക്കെ നിസ്കരിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ ജുമുഅ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. എങ്കിൽ ജുമുഅ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ തർത്തീബ് പാലിക്കണോ, അതല്ല ജുമുഅയിൽ പങ്കെടുക്കുക, ജുമുഅ കഴിഞ്ഞതിന് ശേഷം പിന്നെ നഷ്ടപ്പെട്ടത് നിസ്കരിക്കണോ, അവിടെ ജുമുഅക്ക് മുൻതൂക്കം കൊടുക്കുക. കാരണം ലിഅന്നഹുമാ ഉദ്റാനി ശർഇയ്യാനി, ഉദ്റാനി ഇത് രണ്ടും 2 ഉദ്റുകളാണ്. ശർഇയ്യാനി, ശർഇ അനുവദിച്ച 2 ന്യായമായ കാരണങ്ങളാണ് ജുമുഅയും ജമാഅത്തും എന്നത്. അത് രണ്ടും ശർഇ അനുവദിച്ച 2 ന്യായമായ കാരണമാണ് ജുമുഅയും ജമാഅത്തും. അപ്പം ന്യായമായ കാരണമുണ്ടെങ്കിൽ അയാൾക്ക് ഈ തർത്തീബ് തെറ്റിക്കാം. ആ ന്യായമായ കാരണത്തിൽ പെട്ടതാണ് ജുമുഅ ജമാഅത്ത് എന്നത്. അപ്പോൾ ആ ഒരു തത്വപ്രകാരം ജുമുഅയോ ജമാഅത്തോ ആസന്നമായി കഴിഞ്ഞാൽ അയാൾക്ക് ആ ജുമുഅക്കും ജമാഅത്തിനും മുൻതൂക്കം നൽകാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾ അതിന് മുമ്പത്തെ നിസ്കാരങ്ങൾ നിസ്കരിച്ച് വിട്ടുകയാണ് വേണ്ടത് എന്നാണ് ഷെയ്ഖിൻ്റെ അഭിപ്രായം. വയദ്ഖുലു ഫീ ഹാദാ, ഇതേ വിഷയത്തിൽ വരുന്ന കാര്യമാണ് തർത്തീബുൽ ഫവാഇത്തി മഅൽ ഹാദിറത്തി, നഷ്ടപ്പെട്ടതും അതേപോലെ ആസന്നമായ നിസ്കാരവും തമ്മിലുള്ള തർത്തീബും ഈ ഭാഗത്ത് ഈ മസ്അലയിൽ തന്നെ പെട്ടതാണ്. നിസ്കാരം നഷ്ടപ്പെട്ടു, ഇപ്പം ആസന്നമായ നിസ്കാരവുമുണ്ട്. ആ നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിക്കാൻ നിന്നാൽ ഇപ്പോഴുള്ള നിസ്കാരം നഷ്ടപ്പെടും. ഇത് നിസ്കരിക്കാൻ നിന്നാൽ ആ തർത്തീബ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ മഗ്രിബാണ്, അയാൾക്ക് ഏതാണ്ട് നിസ്കരിക്കാൻ വന്നപ്പോഴേക്കും ഏതാണ്ട് മഗ്രിബിൻ്റെ സമയം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അയാൾ കഴിഞ്ഞ ളുഹ്റും അസ്റും നിസ്കരിക്കാൻ നിന്നാൽ അത് നിസ്കരിക്കുമ്പോഴേക്കും മഗ്രിബിൻ്റെ സമയം കഴിയും. അപ്പം മഗ്രിബും കൂടി സമയം തെറ്റിപ്പോയി. അവിടെ അയാൾ മഗ്രിബ് ആദ്യം നിസ്കരിക്കുകയാണോ വേണ്ടത്, അതല്ല മഗ്രിബിൻ്റെ സമയം തെറ്റിക്കോട്ടെ എന്ന് കരുതി ആ നഷ്ടപ്പെട്ട പോയ ളുഹ്റും അസ്റും നിസ്കരിച്ച ശേഷം ഈ മഗ്രിബ് നിസ്കരിക്കുകയാണോ വേണ്ടത്, അതും ഇതേ മസ്അലയിൽ വരുന്ന മറ്റൊരു ഭാഗമാണ്. ഇദാ കാന സയതമക്കനു മിൻ അദാഇൽ ഫവാഇതി ഖബ്ല ഖുറൂജി വഖ്തിൽ ഹാദിറ വലൻ തഫൂതഹു സ്വലാത്തുൽ ജമാഅത്തിൽ ലിൽ ഹാദിറ. ഇവിടെ ഇദാ കാന സയതമക്കനു, അവൻ സൗകര്യപ്പെടുമെങ്കിൽ, മിൻ അദാഇൽ ഫവാഇതി, ഫായിത്തായ നഷ്ടപ്പെട്ട നിസ്കാരം നിർവഹിക്കാൻ പറ്റും. എപ്പോൾ? ഖബ്ല ഖുറൂജി വഖ്തിൽ ഹാദിറ, ഹാദിറായ നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ്, ആസന്നമായ നിസ്കാരത്തിൻ്റെ സമയം കഴിയും മുമ്പ് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം അയാൾക്ക് നിസ്കരിച്ച് വിട്ടാൻ സാവകാശമുണ്ട് എങ്കിൽ ആ തർത്തീബ് അയാൾ പാലിക്കണം. അപ്പോൾ ആദ്യം ആദ്യത്തെ നിസ്കാരം നിസ്കരിക്കുക, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആസന്നമായ നിസ്കാരം നിസ്കരിക്കുക. ഔ വലൻ തഫൂതഹു സ്വലാത്തുൽ ജമാഅത്തിൽ ഹാദിറ, ആസന്നമായ നിസ്കാരത്തിൻ്റെ ജമാഅത്തും നഷ്ടപ്പെടുകയില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെടും, മറ്റേ നിസ്കാരം നിസ്കരിക്കാൻ നിന്നാൽ ഈ ജമാഅത്ത് നഷ്ടപ്പെടും എങ്കിൽ ഏതിനെ മുന്തിക്കണം? ഈ ജമാഅത്തിനെ മുന്തിക്കണമോ, അതല്ല ജമാഅത്ത് പോയിക്കോട്ടെ ഈ തർത്തീബ് പാലിച്ചാൽ മതി എന്ന് പറയണമോ? അവിടെയും ജമാഅത്തിന് മുൻതൂക്കം കൊടുക്കണമെന്നാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയുന്നത്. എന്നാൽ അമ്മാ ഇൻ കാന സയഖ്റുജു വഖ്തുൽ ഹാദിറ ഔ സതഫൂതുഹു ജമാഅത്തുൽ ഹാദിറ ഫഇന്നഹു യുഖദ്ദിമുൽ ഹാദിറ, ഹാദിറായ നിസ്കാരം ആസന്നമായ നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെടുമെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടുമെങ്കിൽ അവിടെ അയാൾ ഹാദിറായ നിസ്കാരത്തെയാണ് മുന്തിക്കേണ്ടത്. അപ്പോൾ ആ തർത്തീബ് നോക്കേണ്ടതില്ല. ഇപ്പോൾ ളുഹ്റും അസ്റും അയാൾ നിസ്കരിച്ചിട്ടില്ല, ഇപ്പം മഗ്രിബിൻ്റെ സമയമാണ്, അയാൾ ഇപ്പോൾ വന്ന് ളുഹ്റും അസ്റും നിസ്കരിക്കാൻ നിന്നാൽ മഗ്രിബ് ഖളാ ആകും. അപ്പോഴേക്ക് ഇശാ ബാങ്ക് വിളിക്കും എങ്കിൽ അയാൾ ഇശാ ബാങ്ക് വിളിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്ന് കരുതി ളുഹ്ർ ആരംഭിച്ച് ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് പിന്നെ അസ്ർ നിസ്കരിച്ച് പിന്നെ മഗ്രിബ് നിസ്കരിക്കുകയാണോ വേണ്ടത്? അതല്ല, ആദ്യം ഇപ്പം ആസന്നമായി നിസ്കരിക്കുന്നു പിന്നെ നഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നു, ഏതാണോ വേണ്ടത്? അപ്പോൾ ഈ സമയം നഷ്ടപ്പെടുമെന്നാണെങ്കിൽ, ഉള്ള നിസ്കാരം കൂടി ഖളായി പോകും എന്നാണെങ്കിൽ ഇത് ഖളാക്കണ്ട. അപ്പോൾ അയാൾ ഈ നിസ്കാരം ഇപ്പം നിസ്കരിക്കുന്നു മഗ്രിബ്, പിന്നെ ളുഹ്റും അസ്റും ശേഷം ആ ക്രമത്തിൽ നിസ്കരിക്കുന്നു. ഈ ജമാഅത്തിനാണെങ്കിൽ പള്ളിക്ക് എത്തിയത്, ഇവിടെ വന്ന് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം നിസ്കരിക്കാൻ തുടങ്ങിയാൽ ജമാഅത്ത് നഷ്ടപ്പെടും. എങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തണ്ട, അയാൾ ജമാഅത്തിൽ പങ്കെടുക്കട്ടെ, ശേഷം
നഷ്ടപ്പെട്ടു പോയ നിസ്കാരം അയാൾ നിസ്കരിച്ചു കൊള്ളട്ടെ. എന്നാൽ അതൊന്നുമില്ല, ജമാഅത്ത് നഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോവുകയില്ല എങ്കിൽ അയാൾ തർത്തീബ് പാലിക്കുക തന്നെ വേണം. ലിഅല്ലാ യഫൂത വഖ്തുൽ ഹാദിറ, ആസന്നമായ നിസ്കാരത്തിലെ സമയം നഷ്ടമാവാതിരിക്കാൻ. വഹിയ ഔലാ ബിവഖ്തിഹാ മിൻ ഫവായിദി, കാരണം നഷ്ടപ്പെട്ട നിസ്കാരത്തിനേക്കാൾ നാം പരിഗണിക്കേണ്ടത് ആസന്നമായ നിസ്കാരത്തെയാണ്. അതിന് സമയം നഷ്ടപ്പെട്ടല്ലോ, ആ നിസ്കാരത്തെ സമയം ഏതായാലും നഷ്ടപ്പെട്ടു പോയി, ഇതിന് സമയം ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സമയം നഷ്ടപ്പെട്ടതിനാണോ മുൻതൂക്കം, സമയം നഷ്ടപ്പെടാത്തതിനാണോ മുൻതൂക്കം എന്ന് ചോദിച്ചാൽ സമയം നഷ്ടപ്പെടാത്തതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പം ഈ സമയത്തിനുള്ളിൽ തന്നെ എല്ലാം നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ആ ക്രമത്തിൽ തന്നെ എല്ലാം നിസ്കരിക്കുക. അതല്ല, നിസ്കരിച്ച് വരുമ്പോഴേക്ക് ഇപ്പോൾ ആസന്നമായ നിസ്കാരത്തിന് സമയം നഷ്ടപ്പെട്ടു പോകും, ഇത് ഖളാ ആയി പോകും എന്നാണെങ്കിൽ ഇതിന് ഒന്നാം പരിഗണന നൽകുക, ശേഷം അയാൾ പഴയ നിസ്കാരം നിസ്കരിക്കുകയാണ് വേണ്ടത്. വലിയുവാഫിഖൽ ജമാഅത ഫിൽ ഹാദിറ, അതേപോലെ ഹാദിറായ ആസന്നമായ നിസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയും. വസയഅതി ലിഹാദിഹിൽ മസ്അലതി മസീദു ബയാനിൻ ഫീ സ്വലാത്തുൽ ജമാഅത്തി ഇൻഷാ അല്ലാഹ്. സ്വലാത്തുൽ ജമാഅത്തി എന്ന അധ്യായത്തിൽ ഈ മസ്അലയ്ക്ക് വിശദമായ വിശദീകരണം ഇതിന് ശേഷം വരുന്നുമുണ്ട്. ഇവിടെ വിഷയമല്ല, ഇവിടെ നിസ്കാരം എന്നാണല്ലോ, നിസ്കാരം നഷ്ടപ്പെടുക, സമയത്തിനപ്പുറത്ത് ബന്ധിപ്പിക്കുക എന്നാണ് ഇവിടുത്തെ വിഷയം. അവിടെ അതുമായി ബന്ധപ്പെട്ട് മാത്രം ഇവിടെ പറഞ്ഞു. ഇനി ജമാഅത്ത് നിസ്കാരം എന്ന അധ്യായം വരും. അപ്പോൾ അവിടെ ജമാഅത്തിന് പ്രാധാന്യം പറയുമ്പോൾ അവിടെ പറയും ജമാഅത്ത് എവിടെയൊക്കെ ബന്ധിപ്പിക്കാൻ പറ്റും, ജമാഅത്ത് എവിടെയൊക്കെ മാറ്റി നിർത്താൻ പറ്റും, ജമാഅത്തിനെ മുന്തിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് പോകാൻ എപ്പോൾ പറ്റും എന്നൊക്കെയുള്ള അവിടെ വരുമ്പോൾ അവിടെ ഇത് വിശദമായ ചർച്ചകൾ ഇനി ഇൻഷാ അല്ലാഹ് വരുന്നുമുണ്ട്. وستأتي مسائل أخرى في قضاء الفرائض في آخر أبواب صلاة الجماعة. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നഷ്ടപ്പെട്ടു പോയ ഫർളുകൾ ഖളാക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ മസ്അലകളും അവിടെ വരുന്നുണ്ട്. വഫീ ബാബി ഔഖാത്തിൻ നഹി, നിസ്കാരം പാടില്ലാത്ത സമയങ്ങൾ എന്ന അധ്യായത്തിലും മറ്റു ചില മസ്അലകളും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിസ്കാരം പാടില്ലാത്ത സമയം, അപ്പോൾ ആ സമയത്ത് ഇവർക്ക് നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ, അതൊക്കെ ഇൻഷാ അല്ലാഹ് അധ്യായത്തിൽ ചർച്ചയ്ക്ക് വരും എന്നാണ് ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുന്നത്. അത് 3000 മുതലുള്ള മസ്അലകളാണ് ജമാഅത്ത് നിസ്കാരം വരുന്നത്. അതേപോലെ 4447 മുതലാണ് വിലക്കപ്പെട്ട സമയത്ത് നിസ്കാരങ്ങൾ എന്ന അധ്യായം വരുന്നത് എന്ന് താഴെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഹുക്മുസ്സലാ എന്ന ഭാഗം, നിസ്കാരത്തിൻ്റെ ഹുക്മ്, അതിൻ്റെ വിധി എന്ന അധ്യായം. ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞു, നഷ്ടപ്പെടുത്തിയ അവിശ്വാസിയായി മാറുമെന്ന് പറഞ്ഞു, അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. ഇനി ഒരാൾക്ക് നിസ്കാരം ആരംഭിക്കണം. അപ്പോൾ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട പണിയാണ് ബാങ്കും ഇഖാമത്തും വിളിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ രൂപം പറയുന്നതിന് മുമ്പ്, ഷർത്തും ഫർളും പറയുന്നതിന് മുമ്പ് ഇവിടെ ബാങ്കും ഇഖാമത്തും എന്ന അധ്യായം അദ്ദേഹം ആദ്യം നൽകിയത്. പൊതുവെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ അങ്ങനെ കാണുക, ത്വഹാറത്ത് പറയും, അതേപോലെ ഹുക്മ് പറയും, പിന്നീട് ബാങ്കും ഇഖാമത്തും പറയും, പിന്നെയാണ് സിഫത്തു സ്വലാ നിസ്കാരത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ ശുറൂത്തു സ്വലാ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന അധ്യായം വരാറുള്ളത്. അപ്പോൾ ഈ കിതാബിലും അങ്ങനെ തന്നെ ബാബുൽ അദാനി വൽ ഇഖാമത്തി, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും അധ്യായം. ഒന്നാമത്തെ ചർച്ച മുനാസബത്തുൽ ബാബി വ മുഹ്തവാഹു, ഈ അധ്യായത്തിൻ്റെ ഒരു മുനാസബ, സാങ്കത്യം എന്താണ്, അതായത് ഇപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ ബാങ്ക് പറഞ്ഞത്, ഇപ്പോൾ ഹുക്മു സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ബാങ്ക് പറഞ്ഞത് എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. വ മുഹ്തവാഹു, ഈ ബാബിൽ എന്തെല്ലാം ചർച്ചകൾ വരും എന്നുള്ളത്. അതിൽ മുനാസബത്ത് ദിക്രി ഹാദൽ ബാബി ഹുന അന്നൽ അദാന യജിബു ഫിൽ ജുംലത്തി ഇൻദ ദുഖൂലി വഖ്തി ഖബ്ല അദാഇ സ്വലാം, സമയമാകുമ്പോഴാണല്ലോ ബാങ്ക്, നിസ്കരിക്കുന്നതിന് മുമ്പ് സമയമായി എന്നറിയിക്കാനാണ് ബാങ്ക്, എന്നിട്ടാണ് നിസ്കാരത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സമയമാകുമ്പോഴാണ് ബാങ്ക് ശറഅാക്കപ്പെടുക. വഖബ്ല ഫഇലി ശുറൂത്തിഹ, നിസ്കാരത്തിൻ്റെ ഷർത്തുകളെല്ലാം ചെയ്യുന്നതിന് മുമ്പുമാണ് ബാങ്ക്. വുളൂ ചെയ്യണം, അവിടുത്തെ മടക്കണം, ഖിബ്ലയ്ക്ക് മുന്നിടണം, ഇതിനൊക്കെ മുമ്പാണ് ബാങ്ക് വരുന്നത്. അതുകൊണ്ടാണ് ഫനാസബ അൻ യുദ്കറ ഖബ്ല ശുറൂഇ ഫീ ദിക്രി ഷർത്തി സ്വലാ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പറയുന്നതിന് മുമ്പ് ബാങ്ക് പറഞ്ഞതിൻ്റെ സാങ്കത്യം അതാകുന്നു. കാരണം ബാക്കി ഒന്നുണ്ടാക്കലും ഖിബ്ലയ്ക്ക് തിരിയലും അവിടുത്തെ മറക്കലും ഒക്കെ സമയമായി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തെ അയാൾ ചെയ്യുള്ളൂ. എന്നാൽ അതിനൊക്കെ മുമ്പ് സമയം പ്രവേശിക്കുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് ബാങ്ക്. അതുകൊണ്ടാണ് ബാങ്ക് ആദ്യം വന്നത്. 1270 പോയിന്റ് അദ്ദേഹം ഫീ ഹാദൽ ബാബ്, ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്
ഒന്ന് അൻ തഅരീഫിൽ അദാനി വൽ ഇഖാമത്തി, ബാങ്കിനെയും ഇഖാമത്തിനെയും നിർവചനം. എന്താണ് അദാൻ? ബാങ്കിന് അറബിയിൽ അദാൻ എന്നാ പറയുക, മുഅദ്ദിൻ അദാൻ. എന്താണ് അദാൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇഖാമത്ത്? വഹിക്മത്തുഹിമ, ബാങ്കിനെയും ഇഖാമത്തിനെയും ഹിക്മത്ത് എന്താണ്? രഹസ്യം എന്താണ്? എന്തിനാണ് ഇപ്പോൾ ഒരു ബാങ്ക് നിശ്ചയിച്ചത്? എന്തിനാണ് ഇഖാമത്ത് എടുക്കാൻ പറഞ്ഞത്? തത്വം എന്താണ്? വഫദ്ലിഹിമ, ബാങ്കിനെയും ഇഖാമത്തിനെയും ശ്രേഷ്ഠത, ബാങ്ക് കൊടുത്താൽ കിട്ടുന്ന കൂലി, ഇഖാമത്ത് കൊടുത്താൽ കിട്ടുന്ന കൂലി. ഹുക്മിഹിമ ലിസ്സലവാത്തിൽ ഖംസി, 5 നേര നിസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും വിളിക്കുന്ന വിധി എന്താണ്? നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്നുള്ള അവിടെ വരും. വലിൽ ജുമുഅത്തി വലിൽ ഈദി വൽ ഇസ്തിസ്ഖാഇ വഗൈരിഹാ, ജുമുഅക്ക് ബാങ്ക് വിളിക്കുന്നതിന് ഹുക്കം എന്താണ്? അതേപോലെ പെരുന്നാളിന് ബാങ്ക് വിളിക്കുന്ന ഹുക്കം എന്താണ്? മഴയത്തുള്ള നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്ന ഹുക്കം എന്താണ്? വഗൈരിഹ, അതല്ലാത്ത കാര്യങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അതൊക്കെ ഈ അധ്യായത്തിൽ വരും. വഹുക്മിഹിമ ഫി ഹഖ്ഖിൻ നിസാഇ, സ്ത്രീകളുടെ കാര്യത്തിൽ എന്താണ് ബാങ്കിനെയും ഇഖാമത്തിൻ്റെയും വിധി? സ്ത്രീകൾക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് ഇഖാമത്ത് വിളിക്കേണ്ടതുണ്ടോ? അതിൻ്റെ വിധി എന്താണ്? വഅദദി ജുമലിഹിമ, ബാങ്കിനെയും ഇഖാമത്തിൻ്റെയും വാചകങ്ങളുടെ എണ്ണം. ഇപ്പോൾ ബാങ്ക് ഇഖാമത്തിൻ്റെ ഇരട്ടിയാണല്ലോ, അപ്പോൾ എത്ര പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയണം? ആ എണ്ണത്തിന് മാറ്റം വരുത്താൻ പറ്റുമോ? അതോ ആ ഒറ്റ നമ്മളിന്ന് പരിചയപ്പെട്ട ആ ബാങ്ക് മാത്രമേ പറ്റുകയുള്ളൂ? ആ ജുംലകളിൽ അതിന് വാചകങ്ങളുടെ എണ്ണം എത്രയാണ്? വസിഫത്തി ഇൽഖാഇഹിമ, എങ്ങനെയാണ് ബാങ്കും ഇഖാമത്തും വിളിക്കേണ്ടത്? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? വസിഫാത്തില്ലത്തി യംബഗി തവഫ്ഫുറുഹാ ഫിൽ മുഅദ്ദിനി, ബാങ്ക് വിളിക്കുന്ന ആളിൽ ഉണ്ടാവേണ്ട സിഫത്തുകൾ എന്തൊക്കെയാണ്? മുഅദ്ദിൻ അയാൾക്കുണ്ടാവേണ്ട, അയാൾ വുദൂ ചെയ്യൽ മാതിരിയുണ്ടോ? അതേപോലെ ഖിബലയ്ക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ ആവണോ ബാങ്ക് വിളിക്കുന്നത്? ഇരുന്നു കൊണ്ട് ബാങ്ക് വിളിക്കാൻ പറ്റുമോ? ഇനി ഒരാളല്ല 2 ആൾ കൂടി പകുതി ഒരാൾ പകുതി എടുത്തു, അടുത്ത ആൾ ബാക്കി പൂർത്തിയാക്കി, അങ്ങനെ പറ്റുമോ? ടേപ്പ് റെക്കോർഡ് വല്ലതും റെക്കോർഡ് വെച്ച് കണ്ട് ആ സമയമാകുമ്പോൾ അലാറം വെക്കണ പോലെ ഓണാക്കി വെച്ചാണ്ട് ബൈക്കിൽ കൂടാണ്ട് പ്ലേ ചെയ്താൽ മതിയാകുമോ? അതിന് ബാങ്കായി കൂട്ടാൻ പറ്റുമോ? ഇതൊക്കെ അവിടെ വരും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അയാൾ ചെയ്യേണ്ട രൂപങ്ങൾ, അയാളുടെ വിശേഷണങ്ങൾ, അതൊക്കെ. ബാങ്ക് കേൾക്കുന്ന ആൾക്ക് എന്തെല്ലാം സുന്നത്തുണ്ട്? ബാങ്ക് കേൾക്കുമ്പോൾ വർത്തമാനം പറയാൻ പറ്റുമോ? ഒരു വർത്തമാനം പറയാൻ പാടില്ല എന്നുണ്ടോ? അതല്ല നല്ല വർത്തമാനം പറയാൻ അല്ലാത്ത പറ്റില്ല എന്നാണോ? ഇജാബത്ത് ചെയ്താൽ മതിയോ? മൗനം പാലിക്കൽ നിർബന്ധമാണോ? ഈ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് അൽ അദാനു വൽ ഇഖാമ എന്ന അധ്യായത്തിൽ ചർച്ചയ്ക്ക് വരുന്നത്. ഇത് ഈ കിതാബിൻ്റെ മൊത്തം ശൈലി. ഒരു ബാബ് പറയുന്നതിന് മുമ്പ് ആ ബാബിൽ എന്തൊക്കെ പറയും അദ്ദേഹം പറയും. അപ്പം എന്ന് വെച്ചാൽ അത് സ്വാഭാവികം നമുക്കൊരു ആവേശമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയ്ക്ക് വിഷയങ്ങളുണ്ടോ, എന്നാൽ പിന്നെ അതൊന്ന് പഠിക്കണമല്ലോ, ഒന്ന് വായിക്കണമല്ലോ. അപ്പോൾ ഒരു ഗ്രന്ഥം വായിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു ഘടകമാണ് ഇത്. ഈ 2ാമത്തെ ഭാഗം അൽ ഫസ്ലു സാനി തഅരീഫുൽ അദാനി വൽ ഇഖാമ, ബാങ്കിനെയും ഇഖാമത്തിൻ്റെയും നിർവചനം. അദാന് ഇഖാമത്തിൻ്റെ നിർവചനം. അൽ അദാനു ലുഗത്തൻ അൽ ഇഅ്ലാം, ഭാഷാപരമായി അദാൻ എന്ന് പറഞ്ഞാൽ ഇഅ്ലാം എന്നാണ്, അറിയിക്കുക, വിളംബരം ചെയ്യുക എന്നാണ് നേരെ വാക്കർത്ഥം. എന്തറിയിച്ചാലും അതിന് അദാൻ എന്ന് പറയാം. വിളിച്ചു പറയുക, വിളംബരം ചെയ്യുക എന്നതിനൊക്കെ അദാൻ എന്ന പദം അറബി ഭാഷയിൽ ഉപയോഗിക്കും. ഖാല തആല വഅദാനും മിനല്ലാഹ്, സൂറത്ത് തൗബയിലെ 3ാമത്തെ ആയത്ത്. വഅദാനും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള വിളംബരം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു. അവിടെ അദാൻ എന്ന പദമാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്. അവിടെ ബാങ്ക് എന്നല്ലല്ലോ, അവിടെ ബാങ്കല്ല. സൂറത്ത് തൗബയിൽ മുശ്രിക്കുകളുമായുള്ള ബന്ധവിച്ഛേദനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ്. അത് പറഞ്ഞപ്പോൾ അല്ലാഹു ഉപയോഗിച്ച വാക്ക് അദാനും മിനല്ലാഹ് എന്ന വാക്കാണ്. അതാണ് അദാൻ, ഐ ഇഅ്ലാം, അതായത് ഇഅ്ലാം, അറിയിക്കൽ എന്നർത്ഥം. വഖാല ജല്ല ശഅ്നുഹു, അല്ലാഹു തആല പറഞ്ഞു വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നബിയോട് പറഞ്ഞു ജനങ്ങളോട് ഹജ്ജിനായി വിളംബരം ചെയ്യുക. വഅദ്ദിൻ എങ്ങനെ? അത് മലയാള വാക്കല്ലേ ബാങ്ക്, അറബിയിലല്ലോ. അറബിയിൽ അദാൻ എന്നാണ് പറയുക. നിദാ എന്നും ഹദീസ് വന്നിട്ടില്ല. ബാങ്കിന് നിദാ, വിളി എന്ന അർത്ഥത്തിൽ നിദാ എന്ന വാക്ക് ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ബാങ്ക് എന്ന വാക്ക്
മറ്റു ഭാഷയിൽ നിന്ന് മാറി വന്നതാണോ അസലി മലയാളമാണോ എന്നുള്ളതൊന്നും അറിയില്ല. അറിയില്ല, ഞാനതൊക്കെ ആലോചിച്ചിട്ടില്ല. അതെ, പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നാണ് പാലൂട്ടേക്ക് പറഞ്ഞത്, എനിക്കറിയില്ല. ഉണ്ടാവാം, പല പദങ്ങളും അങ്ങനെ പല ഭാഷയിലും വന്നിട്ടുണ്ട്. മുസ്തഖും മിൻ ഉദുനി, ഉദുൻ എന്ന വാക്കിൽ നിന്നാണ് അദാൻ എന്ന പദം എടുത്തിരിക്കുന്നത്. ഉദുന് ചെവി, ചെവിക്ക് ഉദുൻ എന്ന് പറയും. അപ്പോൾ ആ പദത്തിൽ നിന്നാണ് അദാൻ എന്ന പദം എടുക്കപ്പെട്ടിരിക്കുന്നത്. ലിഅന്ന ബിഹാ യുസ്മഉൽ ഇഅ്ലാം, കാരണം ചെവി കൊണ്ടാണല്ലോ വിളംബരം കേൾക്കുക. എന്ത് വിളംബരം വന്നാലും കേൾക്കൽ ഉദുന് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ വിളംബരത്തിന് അദാൻ എന്ന പദം നിശ്ചയിച്ചത്. യുഖാലു ആദൻതുക ബിൽ അംരി എന്ന് പറയും. ആദൻതുക ബിൽ അംർ എന്ന് പറഞ്ഞാൽ ഐ ഔഖഅതുഹു ഫീ ഉദുനിക, നിന്റെ ചെവിയിൽ ഞാനത് എത്തിച്ചിരിക്കുന്നു, ഫസമിഅതഹു, നീ കേട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അറബികൾ ആദൻതുക, ഞാനിതാ നിന്നെ അറിയിക്കുന്നു, ഞാൻ എന്നോട് പ്രഖ്യാപിക്കുന്നു, ഞാൻ എന്നോട് വിളംബരം ചെയ്യുന്നു എന്ന് പറയാൻ ആദൻതുക എന്ന പദം അറബികൾ ഉപയോഗിക്കലുണ്ട്. അതൊക്കെ ഈ പദവുമായി ബന്ധപ്പെട്ടൊരു പദമാണ്. ഉദിന, അത് മജ്ഹൂല്. അദീന എന്നതിൻ്റെ മജ്ഹൂല് ഉദിന, അനുവാദം നൽകപ്പെട്ടു, വിളംബരം ചെയ്യപ്പെട്ടു എന്നൊക്കെ അർത്ഥം. ഇതാണ് ഭാഷാപരമായിട്ട് അദാൻ. അറബി ഭാഷയിൽ അദാൻ എന്ന പദത്തിൻ്റെ ആശയം അതാണ്. ഇനി ഒഫിൽ ഇസ്തിലാഹി, മതത്തിൻ്റെ ഭാഷയിൽ, ഇസ്ലാമിൻ്റെ ഭാഷയിൽ ബാങ്ക് അദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തഅബ്ബുദു ലില്ലാഹി ബിദിക്രിൻ മഖ്സൂസിൻ ലിൽ ഇഅ്ലാമി ബിദുഖൂലി വഖ്തി സ്വലാത്തിൽ മഫ്ഊല വമാ ഫീ ഹുക്മിഹാ വലിൽ ഇജ്തിമാഇ ലഹാ. അതാണ് ബാങ്കിൻ്റെ നിർവചനം. ബാങ്ക് എന്ന വാക്കിൽ നിർവചനം എന്ത് എന്ന് വെച്ചാൽ ഇതാണ് പറയാം. അത്തഅബ്ബുദു ലില്ലാഹ്, അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കലാണ്. ബിദിക്രിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ദിക്ർ കൊണ്ട്, പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ദിക്റാണ് ബാങ്ക്. നമ്മളെ വകയിൽ ഒരു വാക്ക് മാറ്റാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ദിക്ർ ഉപയോഗിക്കുക വഴി അള്ളാഹ്ക്കുള്ള ഇബാദത്ത് ചെയ്യലാണ് ബാങ്ക്. എന്തിനാണത്? ഇലാമി ബിദുഖൂലി വഖ്തി സ്വലാത്തിൽ മഫ്റൂള, ഫർളായ നിസ്കാരങ്ങളുടെ സമയമായി എന്ന് അറിയിച്ചുകൊണ്ട്. വമാ ഫീ ഹുക്മിഹാ, അതേപോലെ ഫർള് നിസ്കാരം മാത്രമല്ല ആ ഹുക്മിൽ വരുന്നതും, അതിപ്പോൾ ജുമുഅ വരും, അതേപോലെ മറ്റെന്തൊക്കെ ബാങ്കുണ്ടോ അതും വരും. വലിൽ ഇജ്തിമാഇ ലഹാ, ആ നിസ്കാരത്തിന് വേണ്ടി സംഘടിക്കുവാൻ വേണ്ടിയും വിളംബരം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഔ യുഖാൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അന്നിദാഉ ഇല സ്വലാ ബിദിക്രിൻ മഖ്സൂസിൻ എന്നും പറയാം. അന്നിദാഉ ഇല സ്വലാ, നിസ്കാരത്തിലേക്കുള്ള വിളംബരമാണ്. ബിദിക്രിൻ മഖ്സൂസിൻ, പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ദിക്ർ കൊണ്ട് നിസ്കരിക്കാനായുള്ള ആഹ്വാനമാണ് അദാന് എന്നാണ് ഇസ്തിലാഹിയായി മതത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഉള്ളത്. വലം തസ്ബുത് മശ്റൂഇയ്യത്തുൽ അദാനി ലിഗൈരി സ്വലവാത്തി, വലം തസ്ബുത്, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, മശ്റൂഇയ്യത്തുൽ അദാൻ, ബാങ്ക് ശർആക്കപ്പെടുക എന്നത്, ബാങ്ക് വിളിക്കുക എന്നത് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ലിഗൈരി സ്വലവാത്തി, നിസ്കാരത്തിനല്ലാതെ ബാങ്ക് വിളിക്കുക എന്നത് എവിടെയും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അപ്പം സ്ഥിരപ്പെട്ടു വന്ന ബാങ്ക് എന്നുള്ളത് നിസ്കരിക്കാൻ വേണ്ടി ആണ് എന്നർത്ഥം. നിസ്കരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടത്. പിന്നെ ഫഹദീസു ഇദാ തഗവ്വലത്തിൽ ഗൈലാനു ഫബാദിറു ബിൽ അദാൻ എന്ന ഹദീസ് ലാ യസ്ബുതു, അത് സ്ഥിരപ്പെടുകയില്ല. അത് പിശാചുക്കൾ കൂട്ടം കൂടി വന്നാൽ നിങ്ങൾ ബാങ്ക് വിളിക്കുക എന്നൊരു ഹദീസുണ്ട്. പക്ഷെ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല. ഇതാ തഗവ്വലത്തിൽ ഗൈലാൻ എന്ന് പറയുന്നത് അറബികൾക്കിടയിൽ അന്നത്തെ കാലത്ത് വ്യാപകമായി ഉള്ളൊരു ധാരണയായിരുന്നു. ഈ ഗൈലാൻ എന്ന് പറഞ്ഞത് ഈ ജിൻസുമിൽ ജിന്നി വശയാത്തീൻ എന്നാണ്. ചില പ്രത്യേകതരം പിശാചുക്കൾക്ക്, ജിന്നുകൾക്ക് പറയപ്പെടുന്ന പേരാണ് ഗൈലാൻ എന്ന പേര്. കാലത്തിൽ അറബ് തസ്ഉമു അന്നൽ ഗുവല ഫിൽ ഫലാത്തി യതറാഅ ലിന്നാസ് ഫയതഗവ്വലു തഗവ്വുലൻ അയതലവ്വലു തലവ്വുനൻ ഫീ സുവലിൻ ശത്താ
വയുഗവ്വിൻഹും യുദില്ലുഹും അൻ ത്വരീഖി വയുഹ്ലിക്കുഹും. അതായത് ചില വിജനമായ പ്രദേശങ്ങൾ, ആൾ താമസമില്ലാത്ത ഒഴിഞ്ഞ പ്രദേശങ്ങൾക്ക് എത്തുമ്പോൾ അറബികൾക്കിടയിൽ ജാഹിലിയ്യ കാലത്തുണ്ടായ ധാരണയാണ് അവിടെ മാത്രം വസിക്കുന്ന ചില പിശാചുക്കളുണ്ട്. അവിടെ എത്തുമ്പോൾ അവർ പല രൂപത്തിലും പല ഭാവത്തിലുമൊക്കെ വരികയും ആളുകളെ വഴിവെപ്പിക്കുകയും ചെയ്യും എന്ന ഒരു ധാരണ അറബികൾക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ഇതാ തകവ്വലത്തിൽ ഗൈലാൻ, ഈ ഗൈലാൻ എന്ന പിശാച് നിങ്ങളെ പിഴപ്പിക്കുകയാണ് എങ്കിൽ ഫബാദിറു ബിൽ അദാൻ, നിങ്ങൾ ബാങ്ക് കൊണ്ട് വേഗത കാണിക്കുക എന്നൊരു ഹദീസ് ഉണ്ട്. പക്ഷേ ആ ഹദീസ് ലാ യസ്ബുതു, അത് സ്ഥിരപ്പെട്ടതല്ല. താഴെ നമ്പർ 2 കാണാം. റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് മുസ്നദിൽ 14277 ഹദീസായി ഉദ്ധരിച്ച റിപ്പോർട്ടാണത്. മിൻ ഹദീസ് ഹിഷാം ഇബ്നു ഹസ്സാൻ അൽ ഹസൻ അൻ ജാബിർ. ഹിഷാം ബിൻ ഹസ്സാനാണ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന് കിട്ടിയത് ഹസനിൽ നിന്ന്, അദ്ദേഹം ജാബിറിൽ നിന്ന്. എന്നാൽ വസനദുഹു ളഈഫുൻ, അത് സനദാവട്ടെ ദുർബലമായതാണ്. ഇപ്പം സ്വഹിയായ സ്ഥിരപ്പെട്ട റിപ്പോർട്ടല്ല എന്നർത്ഥം. അതിന് ശേഷം വരുന്നുണ്ട്. അപ്പം ഇവിടെ അദ്ദേഹം പറഞ്ഞത് നിസ്കാരത്തിന് വേണ്ടി മാത്രമാണ് ബാങ്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സംശയം വരും, ഇങ്ങനെ ഹദീസില്ലേ ഇതാ തഖബലത്തിൽ ഗൈലാനു ഫബാദിറു ബിൽ അദാൻ എന്ന ഹദീസില്ലേ, ആ ഹദീസ് ലാ യസ്ബുത്, അത് സ്ഥിരപ്പെട്ടതല്ല. വകദാ, അതേ പ്രകാരം ഹദീസുൽ അദാനി ഫി ഉദ്നിൽ മൗലൂദി ലാ യസ്ബുതു അയ്ളാ, ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കുക എന്ന ഹദീസും സ്ഥിരപ്പെട്ടതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഹദീസിൽ പഴയകാലം മുതൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇമാം തിർമുദിയാണ് ഉദ്ധരിച്ച ഒന്ന്. ഇമാം തിർമുദി ആ ഹദീസ് സ്വഹിയാണ് എന്ന് രേഖപ്പെടുത്തിയവരാണ്. എന്നാൽ മറ്റു പലരും അക്കാലത്തും ഇക്കാലത്തുമൊക്കെ അത് സ്വഹിയല്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ 23869 ഹദീസായി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആസിം ഇബ്നു ഉബൈദില്ല അൻ ഉബൈദില്ലാഹി ഇബ്നു അബി റാഫിൻ അൻ അബീഹി ഖാല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് വരുന്നത്. റഅയ്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദന ഫി ഉദ്നി ഹസനി ഹീന വലദതുഹു ഉമ്മുഹു ഫാത്തിമ ബിസ്സലാ. നബി തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിച്ചപ്പോൾ നബി തങ്ങൾ അവിടെ ബാങ്ക് വിളിച്ചു എന്ന് ഞാൻ കണ്ടു എന്നാണ് അബൂ റാഫി പറഞ്ഞതായിട്ട് റിപ്പോർട്ടുള്ളത്. വസനദുഹു ളഈഫുൻ ജിദ്ദ, അതിന് സനദ് അങ്ങേയറ്റം ദുർബലമായ സനദാണ് എന്നാണ് ഇദ്ദേഹം അവിടെ നൽകി കാണുന്നത്. എന്നാൽ ഇമാം തിർമിദി റഹിമഹുല്ലാ ഇത് ഉദ്ധരിക്കുകയും ഇമാം തിർമിദിയും അതേപോലെ ഇമാം ഹാക്കിമും ഇതൊക്കെ സ്വഹിയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞതിന് ശേഷം വന്ന പണ്ഡിതന്മാരെ പലരും ആക്ഷേപിച്ചിട്ടുമുണ്ട്. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹയെ പോലുള്ള ആളുകളൊക്കെ അത് ആക്ഷേപിച്ചിട്ടും ഉണ്ട്. ഒരു പക്ഷേ മറ്റു ചില റിപ്പോർട്ടുകളൊക്കെ അനുബന്ധമായി വന്നതുകൊണ്ട് അതെല്ലാം ചേർത്തി വെച്ചുകൊണ്ട് ഒന്നിന് അനുബന്ധമായി അതിന് അനുഗുണമായി വന്ന മറ്റു റിപ്പോർട്ടുകളാൽ ഇത് ശക്തി പ്രാപിക്കുന്നു എന്ന തത്വപ്രകാരമായിരിക്കാം അവരത് സ്വഹി എന്ന് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ശക്തി പകരാൻ മാത്രമുള്ള റിപ്പോർട്ടുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അല അന്നിലം അജിദ് ലഹു ത്വരീഖൻ ഒരു ത്വരീഖിൽ മദ്കൂറ, ഈ പറയപ്പെട്ട ത്വരീഖ് വഴിയല്ലാത്ത മറ്റു പരമ്പരയിൽ ഞാനത് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുന്നു. പഴയകാലം മുതൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏതായാലും നമ്മുടെ കിതാബ് എഴുതിയ അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസീസ് അൽ ജിബ്രീൻ റഹിമഹുല്ല ആ ഹദീസ് സ്വഹീഹ് അല്ല എന്ന അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിസ്കാരത്തിനല്ലാതെ ബാങ്ക് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. നിസ്കാരത്തിനല്ലാതെ ബാങ്ക് പറഞ്ഞ 2 സന്ദർഭം, ഒന്ന് ഈ പറഞ്ഞ ഇതാ തഖവ്വലത്തിൽ ഗൈലാൻ ഫബാദിറു ബിൽ അദാൻ, അത് സ്ഥിരപ്പെട്ടതല്ല എന്നും, രണ്ടാമത് ഈ പറഞ്ഞതും അതും സ്ഥിരപ്പെട്ടതല്ല എന്നും അദ്ദേഹം പറയുന്നു. വല്ലാഹു അഅലം. ഇനി വിശദമായിട്ട് വരും ആ ഒരു അധ്യായത്തിൽ, അവിടെ വിശദമായ ചർച്ച വരും. അവിടെ അതെ, അതാണ് കൂടുതൽ ശരിയായത്. ഹദീസിനെ പറ്റി ഒരു വ്യത്യാസം പഴയ കാലത്തുണ്ട്. കൂടുതൽ പ്രബലവും കൂടുതൽ ശരിയായതും ഈ അഭിപ്രായം തന്നെയാണ്. ഇനി അൽ ഇഖാമത്തു, ഇഖാമത്ത് വിളി എന്നത് ലുഗത്തൻ, അപ്പം അദാനോട് പറഞ്ഞു. അതെ, മുമ്പതൊക്കെ കൂട്ടവാങ്കുണ്ടായിരുന്നു, മഹലിൻ്റെ അതിർത്തി വിടുമ്പോൾ ബാങ്ക് കൊടുക്കുക. അത് പലതിനും ബാങ്ക് കൊടുക്കൽ പഴയ കാലത്തുണ്ട്. കൊടുക്കാൻ പാടില്ല എന്നല്ല, ഇത് സുന്നത്തായി പ്രത്യേകം പറയണമെങ്കിൽ. മറ്റിപ്പോൾ ഒരു പക്ഷം ഒരു മതചിഹ്നം എന്നല്ല ഒരാൾക്ക് വേണമെങ്കിൽ എവിടെയും സ്വീകരിക്കാം. ജനങ്ങളെ മൊത്തം അറിയിക്കേണ്ട വിഷയം വന്നു. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഞങ്ങൾ വിളിച്ചുകൂട്ടാൻ പറ്റിയ പണി പള്ളിക്കുന്ന മൈക്കോണാക്കിയിട്ട് ഒരാൾക്ക് ബാങ്ക് വിളിച്ചാൽ ആളുകൾക്ക് ഇവിടെ ഓടി വന്നോളും. അതൊരു ഏത് ഉപയോഗിക്കാൻ അർത്ഥം അതും പറ്റും. എന്നാൽ അവിടെ സുന്നത്ത പറയണമെങ്കിൽ തെളിവ് വേണം എന്നേ ഉള്ളൂ. മറ്റു സ്വാഭാവികമായും ചിലപ്പോൾ ആളുകളെ
ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ, ഞങ്ങൾ മൊത്തമായിക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ഒക്കെ ചിലപ്പോൾ ബാങ്ക് വിളിക്കാം. ഇപ്പോൾ കടലുണ്ടി ട്രെയിന് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ചെയ്തൊരു പണി അതായിരുന്നു. കടലുണ്ടി ട്രെയിന് പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്ന് ചെയ്ത് അവിടുത്തെ എല്ലാ പള്ളിക്കൊന്നും മൈക്ക് ഓൺ ആക്കിയിട്ട് എല്ലാവരും കൂടിയാണ്ട് ബാങ്ക് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വയ്ക്കുമ്പോൾ എല്ലാവരും കൂടി ഓടുക എന്താണെന്നേക്ക്. അപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം എളുപ്പമായി. അതൊരു ശൈലിയാണ്, അത് പാടില്ല പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ ബാങ്ക് കൊടുക്കുക സുന്നത്താണല്ലോ, അത് പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ അത് തെളിവ് വേണം. മറ്റ് മതത്തിൻ്റെ ചിഹ്നമാണ് ബാങ്ക് എന്നത്, ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമാണ്. ഇപ്പം ഞങ്ങൾ നാട്ടിലേക്ക് യുദ്ധം ചെയ്യാൻ പോയാൽ പോലും അവിടെ ബാങ്ക് കേട്ടാൽ പിന്നെ യുദ്ധം ചെയ്യില്ല എന്നാണ്. ആ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാങ്ക് കേട്ടാൽ അവിടെ നബിതങ്ങൾ യുദ്ധം ചെയ്യാറില്ല. അത് മതചിഹ്നമായി കണക്കാക്കപ്പെടുന്നു. അത് അനുവദനീയമാണ്. ഓൽക്ക് ഏത് പദം ഉപയോഗിക്കാം. മൈക്ക് ഓണാക്കാണ്ട് എല്ലാവരും ഓടി വരി എന്ന് പറയാം, എന്നും ഉപയോഗിക്കാം. അപ്പം അതിനൊരു ബാങ്കിന് ലഫ്സ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അത് പാടില്ലാത്തതൊന്നല്ല, അത് വിദായത്തല്ല. എന്നാൽ എന്ത് ദുരന്തമുണ്ടായാലും ബാങ്ക് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അൽ ഇഖാമത്തും, ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ മസ്ദറു അഖാമ. അഖാമ എന്ന പദത്തിൻ്റെ മസ്ദറാണ്. അഖാമ എന്ന ശരിക്ക് കാമ. കാമ എന്താർത്ഥം? നിന്നു. അഖാമ നിർത്തി, എഴുന്നേൽപ്പിച്ചു. കാമ എഴുന്നേറ്റു, അഖാമ എഴുന്നേൽപ്പിച്ചു. അതിൽ നിന്നാണ് ഇഖാമത്ത്. അഖാമ എന്നതിൻ്റെ മസ്ദർ. ഇഖാമത്ത് ശരിക്കും എഴുന്നേൽപ്പിക്കുക എന്നാണ്. ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇരിക്കുന്നവരൊക്കെ എണീക്കും. ഇരിക്കുന്ന മനുഷ്യന്മാരൊക്കെ എണീക്കും. അതുകൊണ്ടാണ് ഇഖാമത്ത് എന്ന് പറഞ്ഞത്. മസ്ദർ അഖാമ. ഫഹഖീഖത്തുഹു ഇഖാമത്തുൽ ഖാഇദി, ഇരിക്കുന്നവനെ എഴുന്നേൽപ്പിക്കുക, അതാണ് ഇതിൻ്റെ യഥാർത്ഥം. ഫകഅന്നൽ മുഅദ്ദിന അഖാമൽ ഖാഇദീന, ഇഖാമത്ത് വിളിച്ച ആള് ഇരിക്കുന്ന എല്ലാവരും എഴുന്നേൽപ്പിക്കുന്നത് പോലെയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇഖാമത്ത് എന്ന് പേര് വന്നത്. അതുവരെ അവിടെ ഇവിടെ ഇരുന്നും ചാരിരുന്നും വർത്തമാനം പറഞ്ഞും ഉറങ്ങിയും ഖുർആൻ ഓതിയും ഒക്കെ അവിടെ പിടിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഇഖാമത്താണ് കേട്ടാൽ ഒക്കെ എടുത്തു എല്ലാവരും എണീറ്റു. അപ്പം എല്ലാവരും എഴുന്നേൽപ്പിക്കുന്ന പണിയാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ വാചകങ്ങൾ പറയുന്നതിന് ഇഖാമത്ത് എന്ന് പ്രയോഗിച്ചത്. ഒഫിൽ ഇസ്തിലാഹി, ഇനി പദത്തിൻ്റെ സാങ്കേതികാർത്ഥത്തിൽ അത്തഅബ്ബുദു ലില്ലാഹി ബിദിക്രിൻ മഖ്സൂസിൻ ഇൻദ ഇറാദത്തി ദുഖൂലി ഫി സ്വലാത്തി ലിയഖൂമൽ മഅ്മൂമൂന ലിഅദാഇ സ്വലാത്ത്. അതാണ് നിർവചനം. അതായത് അത്തഅബ്ബുദു ലില്ലാഹ്, അല്ലാഹുവിനുള്ള ഇബാദത്താണ്. ബിദിക്രിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ദിക്ർ കൊണ്ടുള്ള. ബാങ്കിലും പറഞ്ഞു, ബാങ്കിന് നിർവചനം പറഞ്ഞപ്പോൾ അത്തഅബ്ബുദു ലില്ലാഹി ബിദിക്രിൻ മഖ്സൂസിൻ എന്നാണ്. ഇവിടെ തന്നെ. പക്ഷെ അവിടെ എന്തിനാണ്? ഇലാംന, സമയമായി എന്ന് അറിയിക്കാൻ. ഇവിടെ അതിനല്ല. ഇവിടെ ഇൻദ ഇറാദത്തി ദുഖൂലി ഫി സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ. ലിയഖൂമൽ മഅ്മൂമൂന ലിഅദാഇ സ്വലാത്ത്, നിസ്കാരം നിർവഹിക്കാനായ മഅ്മൂമികളൊക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ദിക്റാണ് ഇഖാമത്ത്. അപ്പോൾ ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ എല്ലാവരും എണീക്കുക, നിസ്കരിക്കാൻ റെഡിയാവുക. ബാങ്ക് സമയമായി എന്ന് അറിയിക്കലാണ്. ഇഖാമത്ത് നിസ്കാരം ആരംഭിക്കുന്നുവെന്ന അറിയിപ്പാണ്. ബാങ്ക് നിസ്കരിക്കാൻ സമയമായി എന്ന വിളംബരം. ഇഖാമത്ത് നിസ്കാരം തുടങ്ങുകയാണ് എന്ന വിളംബരം. അതുകൊണ്ടാണ് ബാങ്ക് ഉറക്കെയാക്കണം, ഇഖാമത്ത് ഉറക്കെയാക്കേണ്ടതില്ല. കാരണം ബാങ്ക് നാട്ടിലുള്ള എല്ലാവരും അറിയിക്കാനാണ്. ഇഖാമത്തോ നിസ്കരിക്കാൻ വന്നിട്ടുള്ളവരെ അറിയിക്കാനാണ്. അവിടെ ബാങ്ക് ശബ്ദം ഉയർത്തണം, ഇഖാമത്ത് അങ്ങനെ ശബ്ദം ഉയർത്തേണ്ടതില്ല. ബാങ്ക് സാവകാശം നിർവഹിക്കണം, ഇഖാമത്ത് അങ്ങനെ സാവകാശം വേണമെന്നില്ല. അവിടെ നാം നിസ്കരിക്കാൻ തുടങ്ങുന്നു എന്ന് അവിടെ വന്ന് നിൽക്കുന്ന ആളുകളെ അറിയിക്കലേ ഉദ്ദേശമുള്ളൂ. ബാങ്ക് അതല്ല, നാട്ടിലുള്ള എവിടെയുള്ള ആളുകളൊക്കെ അറിയിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഇഖാമത്ത് പുറത്ത് കൊടുക്കാൻ പാടില്ല എന്നില്ല. ഇപ്പം ചില സ്ഥലത്ത് അങ്ങനെ ശീലമുണ്ടാകും. ഇഖാമത്ത് കേൾക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു പക്ഷേ ശ്രദ്ധ ഇല്ലാത്തവരും കൂടി ശ്രദ്ധ ഉണ്ടായിക്കോളും. അതുവരെ സമയമായിട്ട് ഞാൻ ചില ആൾക്ക് ഇഖാമത്ത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആവാം. ഇനി അൽ ഫസ്ലു സാനി, ഹിക്മത്തു മശ്റൂഇയ്യത്തിൽ അദാനി വൽ ഇഖാമ. ബാങ്കും ഇഖാമത്തും നിയമമാക്കപ്പെട്ടതിൻ്റെ തത്വം എന്താണ്? എന്തിനാണ് അല്ലാഹു തആല ബാങ്ക് നിശ്ചയിച്ചത്? എന്തിനാണ് ഇഖാമത്ത് നിശ്ചയിച്ചത്?
യുസ്റഉൽ അദാനു ലിൽ ഇഅ്ലാമി ബിദുഖൂലി വഖ്തി സ്വലാ. നിസ്കാരത്തിൽ സമയം പ്രവേശിച്ചുവെന്ന് അറിയിക്കുവാനാണ് ബാങ്ക് നിയമമാക്കപ്പെടുന്നത്. വഖുർബി വഖ്തി ഇഖാമത്തിഹാ, ആ നിസ്കാരം നിർവഹിക്കേണ്ട സമയം അടുത്തായി എന്നും. മിൻ അജ്ലി തഹയ്യുഇ ലഹാ, അതിന് ഒരുങ്ങാൻ വേണ്ടി. നിസ്കരിക്കാൻ സമയമായി മാത്രമല്ല, ജമാഅത്ത് നിസ്കാരം ഇതാ അധികം വൈകാതെ നടക്കും എന്നൊരു അറിയിപ്പ് കൂടി ആ ബാങ്കിൽ ഉണ്ട്. അപ്പം അതിന് ഒരുങ്ങാൻ കഴിയും. വമിൻ അജ്ലി ഇഅ്ലാമി ബി മക്കാനിഹ, എവിടെ വെച്ചാണ് നിസ്കാരം സംഘടിപ്പിക്കുന്നത് എന്നറിയിക്കലും ബാങ്കിലുണ്ട്. ബാങ്ക് എവിടുന്നാ കൊടുക്കുക? പള്ളിയിൽ. അപ്പം അതാ ഇങ്ങോട്ട് വരൂ, ഹയ്യാല സ്വലാന്നാണല്ലോ, നിസ്കരിക്കാൻ വരൂ. അപ്പം നിസ്കാരം ഇതാ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്, ഇവിടെയാണ് ഇതിൻ്റെ സ്ഥലം എന്ന വിളംബരം കൂടി ആ ബാങ്കിൽ ഉണ്ട്. ഔലിൽ ഇഅ്ലാമി ബിഖുർബി ദുഖൂലിൽ വഖ്തി, സമയം അടുത്തായി എന്നറിയിക്കാനുള്ള വിളംബരമാണ് ബാങ്ക്. ഒരു മശ്റൂഇയ്യത്തുൽ അദാനി ഹികമുൻ ഉഖ്റ, ബാങ്ക് നിയമമാക്കപ്പെട്ടതിൽ മറ്റു ചില തത്വങ്ങളും ഉണ്ട്. അടിസ്ഥാന ഉദ്ദേശം എന്താണ്? സമയമായി, നിസ്കരിക്കാൻ സമയമായി, അല്ലാതെ നിസ്കരിക്കാൻ വരി, ഇവിടെ നിസ്കാരം നടത്തുന്നുണ്ട്, ഇവിടെ നിന്നാണ് നിസ്കരിക്കേണ്ടത് എന്ന ഒരു അറിയിപ്പാണ് അസ്ലിയായിട്ട് ബാങ്ക്. അതിന് പുറമെ മറ്റു ചില ലക്ഷ്യങ്ങളും ബാങ്കിനുണ്ട്. അതെന്താണ്? അഹമ്മുഹ, അതിൽ മുഖ്യമായത് ഇദ്ഹാറു ശആഇരിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ചിഹ്നം വെളിവാക്കുക. മതചിഹ്നമാണ് ബാങ്ക്. അപ്പോൾ നാട്ടിൽ ബാങ്ക് വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ മതസ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക രാജ്യം എന്ന് രാജ്യത്തെ എപ്പോൾ വിളിക്കാം എന്ന ചർച്ചയിൽ പഴയകാല പണ്ഡിതന്മാർ പല അഭിപ്രായം പറഞ്ഞു കാണാൻ പറ്റും. അതിൽപ്പെട്ട ഒരു അഭിപ്രായം, ഒരു നാട്ടിൽ ഉറക്കെ ബാങ്ക് വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ നാട് ഇസ്ലാമിക നാട് എന്ന് പറയാം. പിന്നെ അത് കുഫർ നാടാണെന്ന് നിൽക്കാൻ പാടില്ല. ബാങ്ക് വിളിക്കാനും പള്ളി ഉണ്ടാക്കാനും ഒക്കെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അവിടെ ഇസ്ലാമിക നാടിൻ്റെ ഹുക്കം അവർക്ക് നൽകാം എന്ന് വരെ പറഞ്ഞവർ ഉണ്ട്. ഇദ്ഹാരി കലിമത്ത് തൗഹീദ്, തൗഹീദിൻ്റെ കലിമത്ത് പരസ്യപ്പെടുത്തലും അതിൻ്റെ ഒരു തത്വമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ചു പറയാണല്ലോ. നാട്ടിലെല്ലാ മനുഷ്യന്മാരും കേൾക്കുക, മുസ്ലിമീങ്ങൾ മാത്രമല്ല, നാട്ടിലെല്ലാവരും കേൾക്കുകയാണ്. അപ്പം ഈ പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഒരു വലിയ സത്യത്തെ ഉറക്കെ ആളുകളോട് വിളിച്ചു പറയുക എന്നതും ബാങ്കിൻ്റെ ലക്ഷ്യമാണ്. ജമാഅത്തിനുള്ള വിളിയും ഇതിൻ്റെ ലക്ഷ്യമാണ്. ജമാഅത്തായി നിസ്കരിക്കണം, നിസ്കരിക്കാൻ വരൂ, ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിലേക്കുള്ള ക്ഷണം കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം 4 ലക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്, കലിമത്ത് തൗഹീദിന്റെ വിളംബരമാണ്, ജമാഅത്തിനുള്ള വിളിയാണ്, സമയമായി എന്ന അറിയിപ്പുമാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ, അത് ഇഹ്റാം ചെയ്യാനും ഇഖാമത്തും ശർആക്കപ്പെടും. നിസ്കാരം തുടങ്ങുകയാണ് എന്നറിയിക്കുക, ആ നിസ്കാരം പ്രവേശിക്കുക, അതിന് ഇഖാമത്ത് ശർആക്കപ്പെടും. ഇനി അടുത്ത ഫസ്ലുർ റാബിഉ, 4-ാമത്തെ അധ്യായം, ഫദ്ലുഹുമാ എന്നാണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഫദ്ല്, അത് ശ്രേഷ്ഠത. വറദത് അഹാദീസു കസീറ തദുല്ലു അലാ ഫദ്ലിൽ അദാൻ, ബാങ്കിൻ്റെ മഹത്വത്തെ അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മിൻഹ, ഒന്ന് മാ റവാഹുൽ ബുഖാരി വ മുസ്ലിം അൻ അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബിതങ്ങൾ പറഞ്ഞുവെന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ്. നബിതങ്ങൾ പറഞ്ഞു, ലൗ യഅലമുൻ നാസു മാ ഫിൻ നിദാഇ, ലൗ യഅലമുൻ നാസ്, ജനങ്ങൾ അറിയുകയാണെങ്കിൽ, മാ ഫിൻ നിദാഇ, ബാങ്കിലുള്ള പ്രതിഫലം ജനങ്ങൾ അറിയുകയാണ് എങ്കിൽ, വസ്വഫിൽ അവ്വലി, ഒന്നാമത്തെ സ്വഫിൽ നിന്നുള്ള കൂലിയും ആളുകൾ അറിയുകയാണെങ്കിൽ, സുമ്മ ലം യജിദു ഇല്ലാ അൻ യസ്തഹിമ്മു അലൈഹി ലസ്തഹമ്മു, എന്നിട്ട് ബാങ്ക് വിളിക്കാനും ഒന്നാം സ്വഫിൽ നിൽക്കാനും അവസരം കിട്ടാൻ നറുക്കിടുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നുവെങ്കിൽ നറുക്കിടാൻ പോലും ആളുകൾ തയ്യാറാകുമായിരുന്നു. ബാങ്ക് കൊടുത്താൽ കിട്ടുന്ന കൂലി
അത് മനസ്സിലാക്കുകയാണ് എങ്കിൽ ബാങ്ക് വിളിക്കാൻ എല്ലാവരും മുന്നോട്ട് വരും. ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി മുന്നോട്ട് വരും. അവസാനം പിന്നെ ഇനി നറുക്കിടുക എന്ന് ഒരു അവസ്ഥ വന്നാൽ നറുക്കിടാനും തയ്യാറാകുമായിരുന്നു. അത്ര വലിയ മഹത്വമുണ്ട് ബാങ്കിന്. കൂലി മാത്രമല്ല, ഒരുപാട് മഹത്വം അതുകൊണ്ട് ഉണ്ട്. അപ്പോൾ അത് ആൾക്ക് അറിയാത്തത് കൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞത്. അത് അറിയുകയാണെങ്കിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി അവർ പിന്നെ അങ്ങേയറ്റം മത്സരബുദ്ധിയോടെ മുന്നോട്ട് പോയത്. ഉമർ ഖത്താബ് ഒരിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഖലീഫയാകേണ്ട കൂടെ തന്നെ ബാങ്ക് കൊടുക്കാനോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഒരു ഖലീഫയായിരിക്കെ തന്നെ പള്ളിക്ക് 5 നേരം ബാങ്ക് കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഞാൻ അതിന് തയ്യാറാകുമായിരുന്നുവെന്ന് ഉമർ ഖത്താബൊക്കെ പറഞ്ഞത് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട പണിയാണ് ബാങ്ക് കൊടുക്കുക. മുക്രീനെ പേരും കൂട്ടിയാണ്ട് ബാങ്ക് കൊടുക്കുന്ന ആളെന്ന് ഒരു ഒന്നിനും പറ്റാത്തവനായിട്ട് ആണ്ട് മാറ്റി. അത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ദുരന്തമാണ്. പോലെ അങ്ങനെ ആക്കിയതിനാണ് നിലവാരം സ്വയം കളഞ്ഞത് തന്നെയാണ്. നേരത്തെ പുറപ്പെടുന്നതിൽ ഉള്ള മഹത്വം അറിയുകയാണെങ്കിൽ അവരതിലേക്ക് മുൻകടന്നു വരുമായിരുന്നു. ഇശാഇന്റെയും സുബഹിയുടെയും ജമാഅത്തിൽ പങ്കെടുത്താൽ കിട്ടുന്ന മഹത്വം അറിയുകയാണെങ്കിൽ അവരത് രണ്ടിനും വരും. അത് മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും അവർ വരുമായിരുന്നു. സുബഹിക്ക് വന്നാലുള്ള മഹത്വം, ഇശാഇന് വന്നാലുള്ള മഹത്വം അതൊക്കെ അറിയുകയാണെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ട് ഒരാൾക്ക് പള്ളിക്ക് വരാൻ കഴിയുള്ളൂവെങ്കിൽ അവനങ്ങനെ ഇഴഞ്ഞ് മുട്ട് കുത്തിയിട്ടെങ്കിലും അവൻ പള്ളിയിലേക്ക് വരിക തന്നെ ചെയ്യും. അത്രയും മഹത്വമുണ്ട് ബാങ്കിനും അതേപോലെ ഇശായിലും സുബഹിക്കുള്ള ജമാഅത്തിലുമൊക്കെ എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. വമിൻഹ മറ്റൊരു ഹദീസ് മറവാഹു മുസ്ലിം അൻ ത്വൽഹത്ത് ഇബ്നു യഹ്യ അൻ അമ്മിഹി ഖാല. ത്വൽഹത്ത് ഇബ്നു യഹ്യ പറയാണ്, അൻ അമ്മിഹി തൻ്റെ എളാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല കുന്തു ഇൻദ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ. ഞാൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ അടുക്കൽ ഇരിക്കുകയായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ഫജാഅഹുൽ മുഅദ്ദിനു യദ്ഉഹു ഇലസ്സലാം. അപ്പോഴാണ് മുആവിയ അടുക്കൽ മുഅദ്ദിന് വന്നു. നിസ്കരിക്കാൻ സമയമായി. മുആവിയ അന്ന് ഖലീഫയാണല്ലോ, അപ്പോൾ നിസ്കരിക്കല്ലേ എന്ന് ഖലീഫയെ ഓർമ്മയാക്കാൻ വേണ്ടി മുഅദ്ദിന് വന്നു. ഫഖാല മുആവിയ, അപ്പോൾ മുആവിയ പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, അൽ മുഅദ്ദിനൂന അത്വലുൻ നാസി അയ്നാഖൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ മുഅദ്ദിനീങ്ങൾ ജനങ്ങളിൽ കഴുത്തു നീണ്ടവരായിരിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പോലെ പ്രത്യേകം കാണും, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. മഹ്ശറിൽ ജനകോടികൾ സംഗമിക്കുമ്പോഴും അവിടെ ശ്രദ്ധിക്കപ്പെടുന്നവരായി മുഅദ്ദിനീങ്ങളുണ്ടാകും. കാരണം എന്താ, ദുനിയാവിൽ എല്ലാവരെയും ശ്രദ്ധിപ്പിച്ചവരാണവർ. കച്ചവടക്കാരെയും ഓഫീസിലുള്ളവരെയും ജോലിക്കാരെയും ഉറങ്ങുന്നവരെയും എല്ലാവരെയും നിസ്കരിക്കാൻ സമയമായി എന്ന് ഓർമ്മപ്പെടുത്തിയവൻ, ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നവൻ മുഅദ്ദിനാണ്. അതിന് അള്ളാഹു നൽകുന്ന അംഗീകാരമാണ്. നാളെ പരലോകത്ത് അവർ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നവരായി കഴുത്തു നീണ്ടവരായിരിക്കും അവർ എന്ന് നബി തങ്ങൾ പറയുന്നു. അമ്മ ഹദീസു മൻ അദ്ദന ഇസ്നതൈ അശ്റത സന വജബത് ലഹുൽ ജന്ന ഫഹുവ ലാ യസ്ബുത്. 12 കൊല്ലം ഒരാൾ ബാങ്ക് വിളിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, സ്വർഗം നിർബന്ധമാകും എന്ന ഹദീസ് ഫഹുവ ലാ യസ്ബുത്, അത് സ്ഥിരപ്പെട്ടതല്ല. നേരത്തെ പറഞ്ഞ പോലെ അതിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതിൽ ചില വിഷയ വ്യത്യാസങ്ങളാണ് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം. അതിൽ ഒറ്റ റിപ്പോർട്ട് എടുത്താൽ ഏതും സ്വഹിയല്ല. വ്യത്യസ്ത റിപ്പോർട്ടിൽ വന്നു. ഈ റിപ്പോർട്ടുകൾ പരസ്പരം ചേർത്തി വെക്കുമ്പോൾ അതിനൊരു അസുലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയൊക്കെ സ്വഹിയാണെന്ന് അഭിപ്രായം പറഞ്ഞവരാണ്. എന്നാൽ അങ്ങനെ ചേർത്തി വെച്ചാലും ബലം കൂടാൻ മാത്രം പര്യാപ്തമായവയല്ല ആ റിപ്പോർട്ടുകളൊന്നും എന്നതുകൊണ്ട് തന്നെ പരസ്പരം ചേർത്തി വെച്ച പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്നാണ് നമ്മുടെ മുസന്നിഫിൻ്റെയൊക്കെ ഒരു അഭിപ്രായം. വല്ലാഹു അഅലം. സനത്തെന്ന ശരിക്കും ഇവിടെ സുന്നത്തെന്ന് ഇട്ടകണ്ട്, പക്ഷേ സനത്തെന്നാണ് ഹദീസിലൊക്കെ വന്ന പദപ്രയോഗം. ഇനി വമിൻഹ മറ്റൊരു ഹദീസ്, മൂന്നാമത്തേത് മറവാഹു മുസ്ലിം അൻ അനസ് ഇബ്നു മാലിക്. അനസ് പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഗീറു ഇലാ ത്വലഅൽ ഫജ്ർ. ഫജ്ർ ആകുമ്പോൾ സൂര്യ ഉദിച്ചു വന്നാൽ നബി തങ്ങൾ ഇങ്ങനെ പൊതുവെ ഒരു ആശങ്ക
കാണിക്കും. ബാങ്ക് വിളിച്ചോ എന്നുള്ള ആ ഒരു ആശങ്ക. വകാന യസ്തമിഉൽ അദാൻ, നബി ഞങ്ങൾ ബാങ്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ബാങ്ക് കൊടുത്തോ എന്നൊക്കെ നബി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോഴും ബാങ്കിന് നബി ഞങ്ങൾ ചെവി കൊടുക്കുമായിരുന്നു. ഫൈൻ സമിഅ അദാനൻ അംസക, അങ്ങനെ ബാങ്ക് കേട്ടാൽ നബി ശാന്തനാവും, മൗനം പാലിക്കും. ഇല്ല അഗാറ, ഇല്ലെങ്കിൽ വീണ്ടും നബി ഇങ്ങനെ അസ്വസ്ഥത കാണിക്കും. ഫസമിഅ റജുലൻ യഖൂൽ, അങ്ങനെ നബി ഒരിക്കൽ ഇങ്ങനെ ബാങ്ക് എന്താ കൊടുക്കാത്തത്, എന്താ ബാങ്ക് കേൾക്കാത്തത് എന്ന് നബി ഇങ്ങനെ അസ്വസ്ഥമായി നിൽക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു. അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത് നബി തങ്ങൾ കേട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഫിത്ര, അപ്പോൾ നബി തങ്ങൾ അലൽ ഫിത്ര, ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതിയാകുന്നു അത്. സുമ്മ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അയാൾ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു ഖറജത മിനന്നാർ, നീ നരകത്തുനിന്ന് രക്ഷപ്പെട്ടു. അപ്പം മുഅദ്ദിനല്ല, പള്ളിക്കലെ ബാങ്കല്ല, വേറെ ആരോ ഒരാളിങ്ങനെ വിളിക്കുന്നത് കേൾക്കുകയാണ്. അപ്പം നബി തങ്ങൾ ഇത് പറഞ്ഞു. ഫനദറു, അപ്പം എല്ലാവരും കൂടി നോക്കി, ആരാപ്പം അയാൾ? നബി ഇങ്ങനെ പറഞ്ഞല്ലോ, ആരെക്കുറിച്ച്, ആർക്കാണ് ഈ ഭാഗ്യം? ഫൈലാഹു റാഇൻ മഅ്സാൻ, അപ്പം അതാ റാഇൻ മഅ്സിൻ, അത് ഒരു ആട്ടിടയനാണ് എന്ന് ഒരു കണ്ടു, ഒരു ആട്ടിടയൻ. അപ്പം അവരിങ്ങനെ ആടുമായി അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും ആട്ടിൻകൂട്ടം കൊണ്ട്. അപ്പം അയാളിങ്ങനെ ഉറക്കെ ഈ ബാങ്കിൻ്റെ വചനങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഇത്. അപ്പം അത്രയും മഹത്വം അതിലുണ്ട് എന്ന് ഇതിന് മനസ്സിലാകുന്നു. 4 വമിൻഹ മാ റവാഹു മുസ്ലിം അനിൽ അഅ്മശ് അൻ അബീ സുഫ്യാൻ അൻ ജാബിർ ഖാല, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് അഅ്മശിൽ നിന്ന്, അഅ്മശ് അബൂ സുഫ്യാനിൽ നിന്ന്, അബൂ സുഫ്യാൻ അൻ ജാബിർ ഖാൽ സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ജാബിർ പറയുന്നു. ഇന്ന ശൈത്വാന ഇദാ സമിഅ നിദാഅ ബിസ്സലാ ദഹബ ഹത്താ യകൂന മകാന റൗഹ. ഇന്ന ശൈത്വാൻ, തീർച്ചയായും പിശാച്, ഇദാ സമിഅ നിദാഅ ബിസ്സലാ, നിസ്കാരത്തിനുള്ള വിളി പിശാച് കേട്ടാൽ, അഥവാ ബാങ്ക് കേട്ടാൽ, ദഹബ അവൻ പോകും, ഹത്താ യകൂന മകാന റൗഹ, റൗഹ എന്ന സ്ഥലത്തേക്ക് എത്തുന്നത് വരെ പിശാച് അവിടുന്ന് പോകും. ഖാല സുലൈമാൻ അൽ അഅ്മശ്, ഈ ഹദീസ് ഉദ്ധരിച്ച സുലൈമാൻ അൽ അഅ്മശ് പറഞ്ഞു, ഫസഅൽതുഹു അനിർ റൗഹ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അബൂ സുഫ്യാനോട്, എന്താണ് ഈ റൗഹ? ഫഖാൽ ഹിയ മിനൽ മദീനത്തി 36 മൈല, മദീനയിൽ നിന്ന് 36 മൈൽ അപ്പുറമുള്ള സ്ഥലമാണ് റൗഹ. മദീന പള്ളിയിൽ നിന്ന് 36 മൈല്, അഥവാ ഏതാണ്ട് ഒരു 65 കിലോമീറ്റർ അപ്പുറം. ഒരു മൈൽ പറഞ്ഞാൽ 1.8 ആണ്, 1.8 കിലോമീറ്റർ ആണ് ഒരു മൈൽ. അപ്പം 36 മൈൽ, അപ്പം ഏതാണ്ട് ഒരു 60-65 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ് റൗഹ. അപ്പം ഒരു ബാങ്ക് കേൾക്കുമ്പോൾ പിശാച് അത്രയും ദൂരേക്ക്, ആ ബാങ്കിൻ്റെ പരിധിയിൽ നിന്ന് ഒരു ബഹുദൂരത്തേക്ക് പിശാച് അകന്നു പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനിയും അദ്ദേഹം ഹദീസ് കൊടുക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ബാങ്കാണോ ഇമാമത്താണോ കൂടുതൽ അഫ്ളൽ എന്ന ചർച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട്. ഏതായിരുന്നാലും കഴിവിൻ്റെ പരമാവധി ഇത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാൻ നാം പരിശ്രമിക്കുക, എല്ലാ ഫضലുകളും നേടിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന, ജസാക്കമുല്ലാഹു ഖൈറ, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.